ഹായ് ഫ്രണ്ട്സ്, ഡോക്ടർ ഷാനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തനി നാടൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് നത്തോലി അല്ലെങ്കിൽ നത്തൽ കിട്ടിയിട്ടുണ്ട്. ഇതിന് കൊഴുവ എന്നും പറയും പല സ്ഥലങ്ങളിൽ. ഇത് വെച്ചിട്ട് നമുക്കൊരു കിടിലൻ മീൻപീര തയ്യാറാക്കാം. മീൻപീരയൊക്കെ നമ്മളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ സാധാരണയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ ഇന്ന് നമുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ നത്തൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. പീര തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 10 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ പീരയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എത്ര വേണമെങ്കിലും ചെറിയുള്ളി ചേർക്കാം. ഞാനിവിടെ ഒരു 10 അല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു മീൻ പീരയിലേക്ക് ഞാനിന്നിവിടെ കാന്താരി മുളകാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം എരിവുള്ള കാന്താരിയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ എരിവിനനുസരിച്ച് കാന്താരിയുടെ എണ്ണം നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണവും ചേർക്കാം. ഇഞ്ചി ഞാൻ ഓൾറെഡി ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു മീൻ പീരയിൽ നമ്മൾ മുളക് പൊടി ചേർക്കാറില്ല. ഞാൻ ഇതിനകത്ത് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി അതുപോലെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ തരിതരിപ്പായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിന് ശേഷം നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ദാ നമ്മുടെ തേങ്ങയുടെ മിക്സ് ഞാൻ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിനാണ് ഇരിക്കേണ്ടത്. തേങ്ങ അരഞ്ഞു പോകരുത്. ഇപ്പോൾ ദാ ഞാൻ മീൻ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് തേങ്ങ ഒതുക്കിയെടുക്കുന്ന സമയത്ത് വേണമെങ്കിൽ അതിലേക്ക് കറിവേപ്പില ചേർക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഈ സമയം വരെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനിതിലേക്ക് ഒരല്പം സവാള, ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയ്ക്ക് പകരമായിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാവുന്നതാണ്. നമ്മൾ എരിവിന് ആവശ്യമായ കാന്താരിമുളക് ചേർത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ 2 പച്ചമുളക് കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് മുളക് എടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ മീൻപീര തയ്യാറാക്കുമ്പോൾ പുളിക്ക് ആവശ്യമായിട്ട് അതിലേക്ക് കുടംപുളിയാണ് ചേർക്കാറ്. ഞാനിന്നിവിടെ പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഈ പച്ചമാങ്ങ ചേർത്ത് മീൻപീര തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്, എല്ലായിടത്തും അവൈലബിൾ ആയി തുടങ്ങി. അപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങ ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ പുളിക്ക് അനുസരിച്ച് 1 or 2 മാങ്ങ നിങ്ങൾക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ നിങ്ങൾക്കിത് മിക്സ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സ്പൂണാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മീൻ ഉടഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു നത്തോലി ചെറിയ മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. മാങ്ങയ്ക്കും അധികം വേവൊന്നുമില്ല. അതുകൊണ്ട് 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂൺ മാത്രം വെള്ളം ചേർത്താൽ മതിയാകും. ഇനി നമുക്കിതിലേക്ക് വേവിക്കുന്നതിന് ആവശ്യമായിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തുറന്ന് നോക്കാം. ഓൾമോസ്റ്റ് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ചെറുതായിട്ട് വെള്ളമുണ്ട്. നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് നിങ്ങളിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പോ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഇതിലുള്ള വെള്ളം മുഴുവൻ വറ്റുന്നത് വരെ നന്നായിട്ടൊന്ന് ചിക്കി തോർത്തിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ ചേർത്ത നത്തോലി മീൻപീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് നമുക്കൊരല്പസമയം ഇത് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നത്തോലി മീൻപീര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മാങ്ങയിട്ട് തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. നമ്മളിതിനകത്ത് കാര്യമായിട്ട് എണ്ണയൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ ബൈ.